2026 നവംബർ മാസത്തിൽ ലോകത്തിലെ ഏക സമ്പന്ന രാജ്യം, ഏറ്റവും സമ്പന്ന രാജ്യമല്ല, ഏക സമ്പന്ന രാജ്യം ഏതായിരിക്കും? നിങ്ങളെല്ലാം ഊഹിക്കുക. ഇന്ത്യ എന്തായാലും അങ്ങനെയല്ല. ഇന്ത്യക്ക് കുറച്ച് വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. നമ്മൾ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ. 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഏത് രാജ്യമായിരിക്കും ഒന്നാവുക? നമ്മളെല്ലാം ചിന്തിക്കുക അമേരിക്ക ആയിരിക്കുമോ ചൈന ആയിരിക്കുമോ എന്നുള്ളതായിരിക്കും. ഏക സമ്പന്ന രാജ്യമാണ്. മറ്റെല്ലാം ദരിദ്ര രാഷ്ട്രങ്ങളാവുമെന്നാണ് വരുന്നത്. ആ സ്ഥിതിയാണ് നവംബറിലേക്ക് പ്രവചിക്കപ്പെടുന്നത്. ഇതെന്തൊരു അത്ഭുതം എന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ, ഇത് ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോയി. ഈ ഉത്തരം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പാകിസ്ഥാൻ എന്നാണ് ഇതിന് ഉത്തരം. പാകിസ്ഥാൻ, അതെ, നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ സൗഹൃദ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഉണ്ടല്ലോ, ആ പാകിസ്ഥാൻ നമ്പർ 1 പൊസിഷനിൽ വരും 2026 നവംബർ. അതായത് ഈ വർഷം. ഇനി ഏതാണ്ട് 8 മാസമേ ഉള്ളൂ. അതിനകം ആ രാജ്യം ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിട്ട് വരും. നമ്മൾ ആളുകളൊക്കെ സമ്പന്നമാകുമെന്ന് മനസ്സിലാക്കാൻ ലോട്ടറി അടിച്ചാൽ മതി. പക്ഷേ രാജ്യങ്ങൾക്ക് ലോട്ടറി എന്നൊരു സമ്പ്രദായം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഈ കണക്കിലേക്ക് എത്തി എന്നുള്ളതാണ്. ഏക സമ്പന്ന രാജ്യം. അത് നമ്മൾ ചോദിക്കേണ്ടത് പാകിസ്ഥാനിലെ ജനപ്രതിനിധിയായിട്ടുള്ള പാർലമെൻറ്റ് അംഗമായിട്ടുള്ള ഫെയ്സൽ റാസ അബീദിയോടാണ്. അദ്ദേഹമാണ് ഒരു TV അഭിമുഖത്തിൽ പാകിസ്ഥാൻ 2026 നവംബറിൽ, കൃത്യമാണ് ഡേറ്റുകളൊക്കെ, ലോകത്തിലെ ഏക സമ്പന്ന രാജ്യം മാറും. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ, ബ്രൂണൈക്കൊക്കെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഇടിവ് തട്ടുമോ? ഇനി അവരുടെ കയ്യിലിരിക്കുന്ന ആറ്റം ബോംബ് അങ്ങോട്ട് അയക്കാനാണോ പരിപാടി? ഒരു പിടിയില്ല. എങ്ങനെയാണ് ഇത് സാധിക്കുക എന്നുള്ള കാര്യം മാത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. ആകും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആകപ്പാടെ ഈ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് നോക്കി. 2021 കോവിഡ് വന്നതിന് ശേഷം ആ രാജ്യം എണീറ്റിട്ടില്ല. ഒരേ കിടപ്പാണ്. കിടക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ രോഗാവസ്ഥ, സാമ്പത്തിക മാന്ദ്യാവസ്ഥ കൂടുതൽ ശക്തമായിട്ട് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എണീറ്റ് നിൽക്കാൻ വയ്യ, സ്റ്റാൻഡപ്പ് എന്നൊരവസ്ഥയിലേക്ക് പോലും എത്തിയിട്ടില്ല. എണീറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടപ്പിലാണ് പാകിസ്ഥാൻ്റെ ഇക്കണോമി. അതെങ്ങനെയാണ് പെട്ടെന്ന് ഉശിരി വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സമ്പന്ന രാജ്യമായിട്ട് മാറുന്നത് എന്നുള്ളത് എനിക്ക് പിടികിട്ടിയിട്ടില്ല. കാരണം അതിന് മനുഷ്യരൊന്നും വിചാരിച്ചാൽ പറ്റില്ല. സാക്ഷാൽ ദൈവം തന്നെ വരണം. അങ്ങനെ എന്തെങ്കിലുമുള്ള വിചാരം, അള്ള വന്ന് സഹായിക്കുമെന്നുള്ളൊരു വിചാരമായിരിക്കാം ഈ അത്ഭുത മനുഷ്യനായിട്ടുള്ള ഫെയ്സൽ റാസ അബാദി ഒരു ഉളുപ്പുമില്ലാതെ പാകിസ്ഥാൻ ഇത്ര മാസങ്ങൾക്കകം അവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം ആയി മാറുമെന്നുള്ളു. അവിടുത്തെ ധനകാര്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ അസീം മുനീറോ ഒന്നും ഈ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഏതു കാര്യത്തിലും അഭിപ്രായം പറയുന്ന, റേറ്റിംഗ് പറയുന്ന ലോകത്തിലെ ക്രെഡിറ്റ് ഏജൻസികളൊന്നും അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഏകപക്ഷീയമായിട്ട് അങ്ങ് പറഞ്ഞേക്കുക. ഏക സമ്പന്ന രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ സമ്പന്ന രാജ്യമല്ലാതെ ദരിദ്ര രാജ്യമായി മാറും. അമേരിക്ക സമ്പന്ന രാജ്യമല്ലാതെ ദരിദ്ര രാജ്യമായി മാറും. ചൈനയും അതുപോലെ ദരിദ്ര രാജ്യമല്ലാതെ സമ്പന്ന രാജ്യമല്ലാതെ ദരിദ്ര രാജ്യമായി മാറും. പാകിസ്ഥാൻ മാത്രമേ സമ്പന്ന രാജ്യങ്ങളായിട്ടുണ്ടാവും. അത് നന്നായി. തൊട്ടടുത്ത രാജ്യമാണല്ലോ. നമുക്ക് വല്ല കടവോ ഇടവോ ഒക്കെ വേണമെങ്കിൽ അവിടെ പോയി കൈ നീട്ടിയാൽ മതിയല്ലോ. ഇതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം, ആ രാജ്യത്തിൻ്റെ കടം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 74.3% എന്ന് പറഞ്ഞാൽ 3/4 പങ്ക് കടമാണ്. 25% GDP ആയിട്ട് മിച്ചമുള്ളൂ. അതായത് രാജ്യം മുഴുവനും കൂടെ വിറ്റ് തീർക്കണം ഈ കടമെല്ലാം ഒന്ന് വീട്ടിൽ കിട്ടാൻ. കടം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ചൈനയിൽ നിന്ന് കടം എടുത്തിട്ടുണ്ട്. അവർ പിടിച്ചു വാങ്ങിക്കും, കഴുത്തിന് പിടിച്ചു വെച്ച് കൊള്ളപ്പലിശ സഹിതം വാങ്ങിക്കും. വെട്ടിപ്പലിശക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ വാങ്ങിക്കും. ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് പൈസയായിട്ട് വേണം, ഇനാമായിട്ട് അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകും. അതവർക്ക് അറിയാം എങ്ങനെ വേണമെന്ന്.
പിന്നെ രണ്ടാമത്തെ രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയും തിരിച്ചു വാങ്ങിക്കുന്ന കാര്യത്തിൽ മോശമൊന്നുമല്ല. അതിനാണിപ്പോൾ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പൈസ ഇല്ലയോ? എന്നാൽ ശരി, ഒരു കാര്യം, ആണവ ബോംബുണ്ടല്ലോ ഒരെണ്ണം, അത് ഞങ്ങളങ്ങ് കൊണ്ടുപോയി ഞങ്ങൾ അവിടെ വെച്ചോളാം, ഞങ്ങൾക്ക് ഇടയ്ക്ക് ആവശ്യമായിട്ട് വരും എന്ന്. ഇറാനും ഇസ്രായേലും ഒക്കെ ഉള്ളതല്ലേ, അതിനിടയ്ക്ക് കിടക്കുമല്ലേ ഞങ്ങൾ ഒന്നും പറഞ്ഞ് അവരതങ്ങ് കൊണ്ടുപോകും. അത് പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ അവർക്കറിയാം. അതിൻ്റെ കാര്യത്തിൽ മാത്രമേ പാകിസ്ഥാന് സൗദി അറേബ്യയുടെ മുമ്പിൽ ഒരു മേൽക്കോയ്മയുള്ളൂ. അതുകൊണ്ട് ബാക്കി കാര്യം, സൈന്യം എല്ലാം അവരുണ്ട്. യമനിൽ ഇപ്പോൾ വലിയ കൊടുമ്പിരി കൊണ്ട യുദ്ധം അവർ നടത്തുന്നുണ്ട്, സൈനികരെല്ലാം ഉണ്ട്, ഇതൊന്നും ഒരു കുറവുമില്ല. ഇതെടുത്തോണ്ടങ്ങ് പോവും, അതായിരിക്കും സംഭവിക്കുന്നത്. അതൊക്കെ പൈസ കുഴപ്പമില്ല, ആ പൈസ ഇങ്ങനെ തന്നേക്ക്, ആ പൈസ അതിങ്ങനെ തന്നേക്ക്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതെടുത്തോണ്ട് പോവാം എന്ന് പറഞ്ഞാൽ അതും കൊണ്ടുപോകും. അതുപോലെ UAE-യുമായിട്ട് കടമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ രാജ്യങ്ങളെല്ലാമായിട്ട് കടക്കണിയില്ല. ഈ കടം വീട്ടാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ സമീപിച്ചത്. പക്ഷേ അവർ ഈ കടമെല്ലാം കൂടെ നോക്കിയപ്പോൾ അവരിങ്ങനെ സഹകരണ ബാങ്ക് പോലെ അല്ലല്ലോ, ശരിയായിട്ട് നോക്കും, പഠിക്കും. ആ രാജ്യത്തിൻ്റെ GDP എത്രയാണെന്നും എങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന സാഹചര്യമാണോ, ക്രയശേഷി എത്രയാണെന്നും ഒക്കെ പരിശോധിക്കും. അവർ നോക്കിയപ്പോൾ ഈ ജന്മത്തെങ്ങും പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കടക്കണിയിലല്ല പാകിസ്ഥാൻ പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് കടം കൊടുത്തു കഴിഞ്ഞാൽ IMF-ഉം കൂടെ കടക്കണിയില്ലായിപ്പോൾ. അതായത് ശിവൻ പാവിയെ തൊട്ടാൽ പാവിയെ തൊട്ടാൽ ശിവനും പാവിയായി തീരും എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ IMF ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ടോ? ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും ആ രാജ്യത്തിൻ്റെ GDP ഗ്രോത്തിലോ വളർച്ചയിലോ ഒന്നും കാണുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കടമെടുത്ത് പുട്ടടിച്ചാൽ കഴിയുക എന്നുള്ളതേ ഉള്ളൂ പാകിസ്ഥാൻ. ഉൽപ്പാദനക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടുന്നില്ല. തന്നെയല്ല, ബലൂചിസ്ഥാനിൽ യുദ്ധം കൊടുപ്പരിക്കൊണ്ട് അവർ സ്വന്തം രാജ്യമായിട്ട് അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടന ഭീകരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പട്ടാളക്കാരെ എല്ലാം കൊല്ലുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടിരിക്കുമ്പോൾ അവർക്ക് ആകെയുള്ള ഒരു ആശ്വാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബിനാമിയിൽ അവിടെ ഒരു വ്യവസായം നടത്തുന്നുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ ഈ ഭീമമായ കടത്തിനെ നേരിടാൻ തക്ക രീതിയിലുള്ള ഒന്നല്ല ആ സംവിധാനം എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. നമ്മൾ പറയുന്നത് നമ്മളൊരു 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് പോകുമെന്നാണല്ലോ. പാകിസ്ഥാൻ്റെ കടം എന്ന് പറയുന്നത് 6288 ട്രില്യൺ കടമാണ്. ട്രില്യൺ എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, കോടാനുകോടിയാണ്, 0 വിട്ട് മടുക്കും, അതുപോലത്തെ എമൗണ്ടാണ്. ഏതാണ്ട് അമേരിക്കയുടെ GDP-യുടെ അത്രയും വരും പാകിസ്ഥാൻ്റെ കടം തന്നെ. അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ അത് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. അത് IMF-ന് അറിയാം, അത് ലോകത്തിലെ സാധാരണ രാഹുൽ ഗാന്ധിയെ പോലെ അല്ലാത്ത ആളുകൾക്കെല്ലാം അറിയാം. കാരണം അത്രയും ബുദ്ധിയുള്ള ആൾക്കാർ ലോകത്തില്ലല്ലോ. ബുദ്ധി കൂടിപ്പോയതുകൊണ്ട് ഉണ്ടാകുന്ന പൊട്ടത്തരമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അവരെല്ലാം ഇട്ടിട്ട് ഈ പാകിസ്ഥാനിലെ MP ആയിട്ടുള്ള ഫെയ്സൽ റാസ അബിദിയെ കളിയാക്കിക്കൊണ്ടിരിക്കുക, ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, നെഞ്ചത്ത് പൊങ്കാല ഇട്ടുവിട്ടിരിക്കുക. അവർക്കെല്ലാം വിനോദിക്കാനൊരു അവസരമായി. അത് കാരണം ഈ വിഡ്ഢിത്തം പറഞ്ഞ പാകിസ്ഥാനിലെ MP ഫൈസൽ റാസ അബീദി വൈറലായിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലെ കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല ആൾക്കാർ. അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇതുപോലെ ലോകോത്തര വൈറലായിട്ട് തീർന്നേനെ. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.